എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹിമാചൽ രാജസ്ഥാൻ യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മഹാരാഷ്ട്രയിലെ പെൻ എന്ന സ്ഥലത്താണ്. പെന്നിലെത്തി നിൽക്കുകയാണ്. അതെ, ഇതിപ്പം ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലായിപ്പോയി. ആരുമില്ല, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇന്നലെ വൈകിട്ട് കൊണ്ട് നാട്ടിലേക്ക് പോയി. എല്ലാവരും ഇല്ല, മുത്തും പൊന്നും ഒക്കെ രാജസ്ഥാനിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ട്. കുഞ്ഞിക്കിളിയും ഡാമിക്കുട്ടിയൊക്കെ ഇല്ലാതെ ട്രാവൽ ചെയ്യുന്ന പോലെ അവര് ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തും. അതെ അതെ. ആരാ വണ്ടി എടുക്കുന്നത്? ഞാൻ എടുക്കണോ? ഞാൻ എടുത്തോളാം. ആണോ? രാവിലെ കുറച്ച് പേര് ഞാൻ എടുക്കാം. എന്നാ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് ജോലിയുണ്ടേ. എന്നാ എടുത്തോ. താഴെ ഒരു മാർക്കറ്റാ, പച്ചക്കറി മാർക്കറ്റാ. ഇത് പെൻ ടൗണാ, PEN പെൻ. അപ്പൊ നമ്മള് പേന ടൗണിലൂടെ പോകുന്നേ. അതെ, പേന ടൗണിന് മുകളിൽ കൂടെയാ പോകുന്നത്. അപ്പൊ പുത്തേ ട്രാവലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പയറുകടയാന്ന് തോന്നുന്നല്ലോ. പയർ മാത്രം, പയർ ഐറ്റംസ്. പിന്നെ ഇതുണ്ട് മട്ടർ. ഇതുണ്ട്, ഈ വണ്ടിയെ കിടക്കുന്ന കണ്ടോ, ചെറിയൊരു ലോഡ് കണ്ടോ, എന്നാ റൗണ്ടിൽ എന്നാ വീതിയാന്ന് നോക്കി കണ്ടോ. മൊത്തം എലിവേറ്റഡ് ഹൈവേയാ. നോക്കി എത്ര ദൂരമാന്ന് നോക്കി. ലോറികൾ എത്ര, ലോറി പാർക്കിംഗ് ആണ് നോക്കി. ട്രെയിലറല്ലേ കൂടുതലും? ട്രെയിലർ കൂടുതലും. ട്രെയിലറുകൾ മൊത്തം വലിയ വണ്ടികളാണ് എല്ലാം. കൂടുതൽ ലോഡ് കയറ്റുന്ന, വെയിറ്റ് 40-50 എണ്ണൊക്കെ കയറ്റുന്ന വണ്ടികളാണ് ഈ വണ്ടികളെല്ലാവേ. പോർട്ടിൽ നിന്ന് കപ്പലെ വരുന്ന ലോഡുകൾ കണ്ട് ഇറക്കാൻ വേണ്ടി ലോക്കലിൽ ഓടുന്ന വണ്ടികൾ തന്നെ. ഈ ബോംബെയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടെ ഒക്കെ ഓടുന്ന വണ്ടികളാണ്. കൊങ്കൺ റെയിൽവേ ഇതുവഴിയല്ലേ ഇന്നലെ ഒരു പോയേ? അതെ, കൊങ്കൺ റെയിൽവേ മഴക്കാലത്ത് വരാൻ നല്ല രസമാണ്. ഇതുവഴി ട്രെയിനെ യാത്ര ചെയ്യാൻ, പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ. അങ്ങോട്ട് നോക്കിയാൽ ഓടിട്ട വീടുകളാ താഴെ കാണുന്നുണ്ടോ. ഇവിടുന്ന് ഈ വഴിക്ക് എല്ലാവേ നമ്മളെ ഓടിട്ട വീട് ഏകദേശം കേരള സ്റ്റൈലിനോടൊക്കെ സാമ്യമുള്ള വീടുകളാണ്. കൊങ്കൺ റെയിൽവേ ഇതായിരുന്നു കേട്ടോ, അത് വേറെ എങ്ങോട്ടോ പോകുന്ന ഒരു ലൈനാ. ഇതാ കൊങ്കൺ റെയിൽവേ. ഇതാ വലിയ ഒരു കമ്പനിയാ, സ്റ്റീൽ കമ്പനിയാ, JSWന്റെ സ്റ്റീൽ കമ്പനിയാ. ഇവിടെ നിന്നൊക്കെ ഈ സ്റ്റീലിന്റെ റോളും കൊണ്ട് പോകുന്ന വണ്ടികളായത്. ഈ വണ്ടികളാ. ഇതേപോലുള്ള ഓട്ടോ ഓടുന്ന വണ്ടികളാണ് മുമ്പ് നമ്മൾ താഴെ കണ്ടേ. അതുകൊണ്ട് ആ സ്റ്റീൽ റോളുകൾ ഉണ്ടാക്കിയിട്ടേക്കുന്ന അത്. ഇതേപോലുള്ള ഒരുപാട് ഫാക്ടറികളുണ്ട് ഈ റൂട്ടില്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷം കണ്ടില്ലേ? അതാ അന്തരീക്ഷം ഇങ്ങനെ പുകമയമായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഫാക്ടറികളാണ്. അപ്പോഴേ നമുക്ക് നാസ്തക്കാർക്ക് ചായെങ്കിൽ വടാപ്പാവ് കഴിക്കാം. വടാപ്പാവ് മതിയോ? എനിക്ക് വടാപ്പാവ് മതി. ഇഡ്ഡലി സാമ്പാർ, മെതുവട സാമ്പാർ, പൂരി ഭാജി, മസാല ദോശ, സാദാ ദോശ. ഇത് നമ്മുടെ ഐറ്റം എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അതെ, അവിടെ വണ്ടി നിർത്തിച്ച് ഇറങ്ങിയപ്പോഴേ എനിക്കൊരു മലയാളി ടച്ച് ഫീൽ ചെയ്ത് കട കണ്ടപ്പോഴേ. ഇതൊരു മലയാളി കടയാണ്. അതെ, പക്ഷെ പൊറോട്ട ഇല്ല കേട്ടോ. എനിക്കൊരു മിസൽ പാവ് പറഞ്ഞു, നിനക്കൊരു വടാപ്പാവും പറഞ്ഞു. ഞാനവർക്ക് മിസൽ പാവ് എനിക്ക് പറഞ്ഞാണോന്ന്. അല്ലല്ല, മിസൽ പാവ് എനിക്ക്. ഇതല്ലേ വന്നു കഴിഞ്ഞു. ഇതാണ് മിസൽ പാവ്. അത് മിസൽ പാവ്. പാവ് ബണ്ണ്, അതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. വടാപ്പാവ് വേറെ വരും, ഇത് എനിക്കുള്ളതാണ്. എന്റെ പൊന്നോ, ചേട്ടായിക്കുള്ളായിരുന്നു. ബാക്കി വരും. അപ്പോൾ അതേ പാവിനകത്തോട്ട് ഈ വട എടുത്ത് വെച്ച്, നല്ല ചൂട് വട കേട്ടോ, നോക്കിയിട്ട് കടിക്കാവുള്ളൂ. ആരോടാ പറയുന്നത് നോക്കിയിട്ട് കടിക്കാവുള്ളൂ? അല്ല, ഇനി കടിക്കുന്നവരോട് പറഞ്ഞാ. എന്നാ ചൂടോ? ചൂടാ. മുളകും കൂടെ എടുത്ത് കിട്ടും. മുളക് വെച്ചിട്ട് ചട്നി കൂടെ, അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അത് ഇനി ചൂടാറിയിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ. ഈ പാവിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിപ്പോൾ ഈ മിക്സറും ഒരു കടലയും എല്ലാം കൂടി ഇട്ടുള്ള ഒരു കറി. അതിനകത്ത് ഈ കടലക്കറിയാണ് പറഞ്ഞത്, കടലയും അതും ഇല്ലായിട്ടൊരു ഗ്രേവി. അതിനകത്തോട്ട് മിക്സറൊക്കെ ഇട്ടേക്കുക. അത് പാവ് കൂട്ടി കഴിക്കാത്തവരോട്. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് മലയാളി ഹോട്ടലാണെന്ന്. എനിക്ക് അവിടെ കൊണ്ട് വണ്ടി നിർത്തിയപ്പോഴേ ഒരു മലയാളി ടച്ച് തോന്നിയായിരുന്നു. അപ്പോൾ ചേട്ടൻ കണ്ണൂരുകാരനാണ്. കണ്ണൂർ എവിടെ? കാടാച്ചിറ. ഒത്തിരി കാലമായോ ഇവിടെ വന്നിട്ട്? മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ 67 മുതലുണ്ട്. ശരി. ഈ കണ്ണൂർ തലശ്ശേരി ഭാഗത്തുള്ള ആൾക്കാരാണല്ലോ ഹോട്ടലുകൾ വെളിയിൽ. 75% കണ്ണൂർ തലശ്ശേരിയുള്ളവരും ഞാൻ ഹോട്ടലിൽ. അതെ, ഞാൻ പണ്ട് തൊട്ട് വണ്ടി വരുമ്പോഴേ ഇങ്ങനെ കാണാം. എല്ലായിടത്തും കണ്ണൂർ തലശ്ശേരിക്കാരായിരിക്കും ഹോട്ടലുകൾ മിക്കവാറും. ഇവിടെ തന്നെ ഈ കട എത്ര നാളായി? 8 വർഷമായി. പേരെങ്ങനെ? ഉസ്മാൻ. അപ്പം ഫാമിലിയൊക്കെ നാട്ടിൽ തന്നെയാ? നാട്ടിൽ തന്നെ. ശരി. കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ തന്നെ. നാട്ടിൽ തന്നെ. കുഴപ്പമില്ല.
ഫുഡൊക്കെ കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ചെറുതായിട്ടൊരു നാസ കഴിച്ചോളൂ. അപ്പോൾ ഇനി പോകുന്ന ഞങ്ങൾ സാധാരണ വെച്ച് കഴിക്കുകയായിരുന്നേ. നിങ്ങളുടെ വണ്ടിയെ കാണാറുണ്ട്, നിങ്ങളുടെ പോയിന്റ് കാണാറുണ്ട്. വലിയ വണ്ടിയായിരുന്നു. അതെ, ലോറി. ഇപ്രാവശ്യം ഈ കാരവനിൽ ഞങ്ങൾ ഇപ്പോൾ ഒരു ഫാമിലി ട്രിപ്പ് പോയിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ ഇതുവഴി ഇങ്ങനെ പതുക്കെ അങ്ങ് പോകാമെന്ന് ഓർത്ത്. അപ്പോൾ എന്നാൽ ശരി, ഓക്കെ ഓക്കെ. ഇവിടുത്തെ വീടുകളെല്ലാം കണ്ടോ, ചെറിയൊരു കേരള ടച്ച് ഇല്ലേ? അതെ അതെ, കൂടുതലും ഓടിട്ട വീടാ. കൂടുതലും ഓടിട്ട വീടുകളാ കണ്ടോ, 2 നല്ല വീടുകളൊക്കെ. പനാജി 457, ഞാൻ കൂടുവാണോ? മംഗളൂർ 822, കന്യാകുമാരി 1592. കണ്ടോ ആ അമ്പലം കണ്ടോ, നല്ല പെയിന്റ് ഒക്കെ അടിച്ച് നല്ല കളർഫുൾ ആയിട്ട്. ഇവിടെ എല്ലാം ഉണക്കായി പറഞ്ഞല്ലേ? ഉണങ്ങി തുടങ്ങി. നിഗഡയ റിവറാ, നിഗഡൈ. നോക്കിയേ എന്ത് കല്ലാന്ന് നോക്കിയല്ലേ. ഇത് വെള്ളം ഇറങ്ങിപ്പോയ പോലെ കിടക്കുന്ന കേട്ടോ ഇപ്പം. നിങ്ങളുടെ അല്ല കേട്ടോ, നിഗഡയ റിവർ. അതെ, റെയിൽവേ ലൈനാ പോകുന്നത്, കൊങ്കൺ റെയിൽവേ. ഇവിടെ പുല്ലെല്ലാം ഉണങ്ങി അതിനെല്ലാം തീ വിട്ടു. ഇവിടുത്തെ കടകളും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ, വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഇതല്ലേ. അപ്പോൾ നമ്മൾ ഇനി പോകുന്ന ഈ തീരദേശ ഹൈവേയിൽ കൂടെയാണ്, തീരദേശത്തൂടെ തന്നെയാണ് അങ്ങോട്ട് വരുന്നത്. അറബിക്കടലിൻ്റെ തീരത്തൂടെ. അതൊരു ചെറിയൊരു മാർക്കറ്റാണ്, പച്ചക്കറി മാർക്കറ്റാണ്. പച്ചക്കറി ഇനിയിപ്പോ ഇഷ്ടംപോലെ നല്ല മീൻ കിട്ടും. മീൻ കിട്ടും ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ. ഒരു ദിവസം മീൻ മേടിച്ച് കറി വെക്കണേ. ഞാൻ കറി വെക്കണം. കറി വെച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, കറി വെക്കണമെന്ന് പറഞ്ഞോണ്ടാ ചോദിച്ചേ. കറി വെച്ചോ വേണം. ഈ ചിക്കൻ കറിയൊക്കെ മാത്രം വെച്ചാ പോരാ, നല്ല മീൻ കറിയൊക്കെ വെക്കണം. മീൻ കറി വെച്ചേക്കാം. ഇത്രയും ദിവസമേ ഇതുപോലുള്ള വലിയ മരങ്ങളൊന്നും കാണാനില്ലായിരുന്നു. അതെ അതെ. അപ്പൊ മരങ്ങളൊക്കെ കാണുമ്പോ ഒരു സന്തോഷം, മനസ്സിനൊരു കുളിർമ. 2 ദിവസം മുമ്പ് വരെ എന്നാ തണുപ്പായിരുന്നു. ഗുജറാത്തിൽ കയറി ഉടങ്ങി പോന്നപ്പോ തൊട്ട് തണുപ്പ് കുറഞ്ഞു. ഇങ്ങോട്ട് വന്നപ്പോ ഇച്ചിരൂടെ കുറഞ്ഞു. ഇന്നലെ ഒന്നും വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. ഇനി അങ്ങോട്ട് ഈ NH66 ഒരു സൈഡിൽ കൂടെ ഇത് നമ്മുടെ കൊങ്കൺ റെയിൽവേ ഉണ്ടാവും നാട്ടിൽ വരെ. അതെ, കൊങ്കൺ വഴി ട്രെയിൻ പോകുന്നു. ഇത് നമ്മുടെ നാട്ടിലേക്കുള്ളതായിരിക്കും. ഇതേ നാഗോത്താന എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയൊക്കെ വന്ന് പണ്ട് ലോഡ് കയറ്റുമായിരുന്നു. അതായത് ടൈല്, പിന്നെ ഇരുമ്പ് പൈപ്പുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട് ഇവിടെ. ബോംബെ ലോഡ് ഇറക്കിയിട്ട് ഇങ്ങോട്ട്. ബോംബെ ലോഡില്ലാത്ത സമയത്തൊക്കെ അവിടെ നിന്നും ലോഡില്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ വന്ന് കയറ്റാറുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോ കണ്ടോ മലനിരകളൊക്കെ കാണാൻ തുടങ്ങി. ഇതുണ്ടോ, ഇരുമ്പിന്റെ ഭയങ്കര ദണ്ടാണ് കേട്ടോ. എന്നാ വെയിറ്റ് ആയിരിക്കും അതിന്. ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക. ഇതുപോലുള്ള ഈ സ്റ്റീൽ കമ്പനികൾ ഒരുപാടുണ്ട് ഈ റൂട്ടിൽ. ഇതിലെ വേണേ കൊപ്പോളിയിലേക്ക് പോവാം. നല്ല വെയിലാ കേട്ടോ, നല്ല തീ വെയിലാ. നല്ല ചൂടാ, ഗ്ലാസ് നല്ല ചൂടാ അടിക്കുന്നത്. ഇതല്ല, ഇതെല്ലാം പൈപ്പ് കമ്പനിയാ. പൈപ്പല്ല, ഇരുമ്പ് കമ്പനിയാ. ഇരുമ്പിന്റെ കണ്ടോ ആ വലിയ ഇത് മറ്റേ റോഡ് ഉണ്ടാക്കുന്ന, പിന്നെ ഇരുമ്പ് പൈപ്പുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇവിടെയൊക്കെ വന്ന് ലോഡ് കയറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി നാൾ മുമ്പ്. ഇത് ജിൻഡാലിന്റെ കമ്പനിയാണ്, ജിൻഡാൽ. വെയിലായതുകൊണ്ട് ഇതുണ്ട്, ആ മലയെല്ലാം ഉണങ്ങി. നല്ല പച്ചപ്പായിരുന്നു ഇത് വഴി വരുമ്പോ. മരുഭൂമി കാണുന്ന കള്ളിമുൾച്ചെടിയല്ലേ അത്? അതാ ഞാൻ നോക്കിയത്. അതെ, ഇവിടുന്ന് അതേ ഒരു ഘാട്ട് കയറുക നമ്മൾ. ഇതൊക്കെ ഈ ഇരുമ്പ് കമ്പനിയിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോന്ന നമ്മൾ അങ്ങ് കണ്ടില്ലേ, കുറെ കമ്പനികളുണ്ട് ഇവിടെ. ആ പാറയുള്ളിടത്തൊക്കെ ഉണക്ക് ബാധിച്ചിട്ടുള്ളൂ. ഇതുണ്ടോ, വനത്തിലൊന്നും ഉണക്ക് ബാധിച്ചിട്ടൊന്നുമില്ല. നല്ല പച്ചപ്പുണ്ട്. ഇവിടുത്തെ സ്ഥലപ്പേര് കേട്ടോ, കൂയ്. നമ്മള് ആൾക്കാരെ വിളിക്കല്ലേ, ചിലപ്പോ ഒരു മലയിൽ നിന്ന് അപ്പുറത്തെ മലയിലോട്ട് കൂവി വിളിക്കല്ലേ എന്ന് പറഞ്ഞാലേ. പൊയ് ബസ്താമ്പ, പൊയ് വെറ്റ് ഷെഡ്. ഇവിടെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കേരളം പോലല്ലേ. ഇതുണ്ടോ, തെങ്ങൊക്കെ നിൽപ്പുണ്ട്. തെങ്ങും നദിയും പുഴയും. നദിയും പുഴയും ഒന്നാ, അവിടെ തെങ്ങും മാവും ഒക്കെ നിൽപ്പുണ്ട്. ഈ സൈഡ് അല്ലാലും നമ്മളിങ്ങനെ അങ്ങ് പോകുമ്പോൾ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാം ഏകദേശം ഒരു കേരളം പോലെ തന്നെയാണ്. നല്ല അടിപൊളി ഒരു നദി, ഇഷ്ടം പോലെ വെള്ളവും. അല്ല, ഇതുപോലെ നദികളിൽ വെള്ളം കണ്ടിട്ട് കുറേ ദിവസമായില്ലേ? അതെ അല്ലേ, നദിയുടെ തീരത്ത് തന്നെ ഒരു ദർഗയുണ്ട്. ഇവിടെ റെയിൽവേ ലൈൻ മുകളിൽ കൂടെ പോകുന്നത്. ഇത്രയും നേരം നമ്മുടെ സൈഡിലായിരുന്നു. കൊങ്കൺ റെയിൽ, റോഹ വലത്തേക്ക്, മഹാട് നേരെ. ഇത് കോലാട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടുന്നാണ് നമ്മൾ ഈ റോറോ സർവീസ് ഇവിടുന്ന് തുടങ്ങുന്നത്. ലോറിയൊക്കെ ട്രെയിനൊക്കെ കയറ്റിക്കൊണ്ട് പോകല്ലേ. ഇവിടുന്ന് സുരത്കൽ വരെ, മംഗലാപുരത്തിന് ഇപ്പറേ വരെ. മീനുണ്ട് കേട്ടോ, ചെമ്മീനൊക്കെ ഉണ്ട്. MIDC-യിലേക്കുള്ള വഴിയാണ് അത്, മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇതൊരു ക്ഷേത്രമാണ്. ഇതുണ്ടോ, ഈ വണ്ടികളെല്ലാം ട്രെയിന് പോകാൻ വേണ്ടി നിൽക്കുന്ന വണ്ടികളാണ്. ട്രെയിനെ കയറ്റാൻ വേണ്ടി വന്ന് കിടക്കുന്ന വണ്ടികളാണ്.
ഇതിങ്ങനെ കിടക്കണം ഇവിടെ 1-2 ദിവസമൊക്കെ. ഇനിയിപ്പോൾ ഏതാ ദിവസമാണ് ട്രെയിൻ ഉള്ളതെന്ന് അറിയത്തില്ല. അപ്പം അതിന് വേണ്ടി വന്ന് കിടക്കുന്ന വണ്ടികളാണ്. ഈ വണ്ടികളിലെല്ലാം സിംഗിൾ ഡ്രൈവർമാരാണ്, ഒരു ഡ്രൈവറെ കാണുന്നു. ഒരു ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നില്ലെന്ന് തോന്നുന്നു ട്രെയിന്. അതായത് ഇങ്ങനെ വരുന്ന വണ്ടികൾ ഇങ്ങനെ ലൈനായിട്ട് ഇവിടെ കിടക്കും. എന്നിട്ട് റോറോ വരുന്ന ദിവസം എനിക്ക് തോന്നുന്നു 1 ഇടവിട്ട ദിവസങ്ങളിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. അതോ 2 ദിവസം കൂടുമ്പോഴാണോന്നും അറിയില്ല. കൂടുതലും മംഗലാപുരം വണ്ടികളാണ് ഇങ്ങനെ ഓടുന്നത്. ട്രെയിൻ കയറ്റി അവിടുന്ന് ബോംബെക്ക് വരും, ബോംബെയിൽ നിന്ന് തിരിച്ച് മംഗലാപുരം, അങ്ങനെ കൂടുതൽ വണ്ടികളും അങ്ങനെ ഓടുന്ന വണ്ടികളാണ് സ്ഥിരം. ഡ്രൈവർമാർക്ക് ചുമ്മാ ഇരുന്നാൽ മതി അല്ലേ? ആ, ഒരു ഡ്രൈവറല്ലേ ഉള്ളൂ. ചുമ്മാ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു പോക്ക്. അത്ര സുഖമൊന്നുമല്ല, ഭയങ്കര കുടുക്കമൊക്കെ ആയിരിക്കും. അപ്ല കോലാട്, നമ്മുടെ കോലാട് അല്ല, അപ്പനാ കോലാടെന്ന് എഴുതിയാൽ പറയുന്നു. മറാഠി. ഓ, കോലാട് റെയിൽവേ സ്റ്റേഷനായത്. നമ്മുടെ ലോറികളൊക്കെ ലോഡ് ചെയ്യുന്നത് അങ്ങ് അപ്പുറം നിന്നാണ്. അതെ, ആ സൈഡിൽ നിന്നാണ്. അതിൻ്റെ ഓഫീസൊക്കെ അവിടെ. ഇത് ഇന്ദാപൂരാ സ്ഥലം. ശ്രീ മുരളീധർ മന്ദിർ. ശ്രീകൃഷ്ണന്റെ അമ്പലമാ. മുരളീധരൻ ശ്രീകൃഷ്ണനാണല്ലോ അല്ലേ? മുരളി ഊതുന്ന ആള് ശ്രീകൃഷ്ണനല്ലേ? ആ, അതെ. ഇधർ एक സർവീസ് സെന്റർ है, गाड़ी साफ करके जाएंगे. പോയി നോക്കിട്ടോ. ആ, അപ്പോൾ അവർ കഴുകിത്തരാമെന്ന് പറഞ്ഞു. അവിടെ ഒരു ട്രാവലർ കഴുകിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴുകിത്തരാമെന്ന് പറഞ്ഞു. കണ്ടോ, ബോംബെ നിന്നൊക്കെ വിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അതേ അന്തരീക്ഷമൊക്കെ നല്ല ക്ലിയറായി. നല്ല നീലാകാശം. ഇവിടെ തെങ്ങൊക്കെ ഉണ്ട്. അങ്ങോട്ടിട്ടോ, അങ്ങോട്ട് ആ ട്രാവലറിൻ്റെ പുറകിലോട്ടിട്ടോ. അപ്പോൾ അതെ, ആ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയാണ് കഴിയുന്നത്. നല്ലൊരു സർവീസ് സെൻ്ററാണ്. അതെ, പരിസരമൊക്കെ നല്ല നീറ്റ്. നമ്മൾ അവിടെ ചണ്ഡീഗഡിൽ കഴിയ പോലെ തന്നെ നല്ല ഇതുണ്ടോ. വരുന്നവർക്ക് ഇരിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്, വേണേൽ അവിടെ ഇരിക്കാം. മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇത് ഇരിക്കാനൊക്കെ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. വരുന്നവർക്ക് ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കാം. ഇപ്പോഴേ മരത്തിലെ ഇല കുറവായതുകൊണ്ട് തണൽ കുറവാണ്. ഇത് കാലത്തെ വണ്ടിയാ. ആ വണ്ടി കണ്ടോ, അത് വണ്ടി വന്നാൽ പിന്നെ അതിന് പെയിൻറ്റ് പഠിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഹെഡ്ലൈറ്റ് പോയിട്ടുണ്ടോ, അതിനകത്ത് വേറെ 2 ലൈറ്റ് കയറ്റി പിടിപ്പിച്ചേക്കാം. പ്ലേറ്റ് പോലും ഇല്ല നമുക്ക് നല്ലപോലെ. 3-4 സംസ്ഥാനങ്ങളിലെ പൊടിയുണ്ട്. എല്ലാം ഇവിടെ മഹാരാഷ്ട്രയെ കൊണ്ട് കഴുകി കളഞ്ഞേച്ച് പോവാം. അതല്ല, ഒരാൾ മുകളിൽ കയറി. മുകളിലെല്ലാം പൊടിയാണേ. ആ പൊടി എന്നിട്ട് മഞ്ഞുവെള്ളവും കൂടെ കൂടി ഒഴിയേക്കുന്ന ആ സൈഡിൽ കൂടെ അല്ല പറഞ്ഞാൽ ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്. അതെ, അവിടെ ഇരുന്നോളാനാ പറയുന്നത്. അവിടെ ഇങ്ങനെ നടക്കുന്ന കാണുന്നുണ്ടോ, ഇരിക്കാതെ ഇങ്ങനെ നടക്കുമ്പോഴേ. ഇപ്പം നമ്മുടെ ഏണിയൊക്കെ എടുത്തു കൊടുത്തു. മുകളിലല്ലെങ്കിൽ തുടയ്ക്കാൻ പാടാ. എന്നാണല്ലോ ഇവർ നല്ലപോലെ കഴുകുന്നുണ്ട് കേട്ടോ. 2-3 പേരുണ്ട്. അതെ, വണ്ടി കഴുകുമ്പോഴത്തേനും നമുക്ക് വേഗം ചോറും കൂടെ ഉണ്ണാം. കഴുകി കഴിഞ്ഞു. ഇന്നലത്തെ ചോറ് അത് ഞാൻ ചൂടാക്കി. ശകലം ചിക്കൻ കറിയുടെ ചാറിരിപ്പുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം കിട്ടിയതേ നല്ല പച്ചമോര് പോരെ, കുക്കുമ്പറും ഉണ്ട്, പിന്നെ അച്ചാറും ഉണ്ട്. അതെ, അച്ചാറൊന്നും വേണ്ട, ഇത് മതിയെന്നേ. അപ്പം വണ്ടി കഴുക്കൊക്കെ കഴിഞ്ഞു. ഫുഡും കഴിച്ചു ഞങ്ങൾ. ഇതുണ്ട്, ഈ കിടക്കുന്ന എല്ലാം കണ്ടോ ബജാജിൻ്റെ ടെമ്പോയുടെ വണ്ടികളാണ്. മിനിഡോർ എന്നാണ് പറയുന്നത്. ഇവിടെ ഇതിന് ചേസിട്ടർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരാൾ ഇച്ചിരി വെള്ളം, ഫിൽറ്റർ വെള്ളം ഇവിടെ കിട്ടും. അപ്പോൾ അത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോവാം. സ്പീഡ് നല്ല സ്പീഡാണ് മോട്ടർ. അതെ, ഇവിടെ വന്നൊരു മലയാളിയെ കിട്ടി കേട്ടോ. വെള്ളം നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ അത് ഒരാൾ സ്കൂട്ടറൊക്കെ ഉണ്ട് അടുത്ത്. മറാഠി അറിയാവുന്ന ഒരാളെ കിട്ടി. എത്ര വർഷം ഇവിടെ വന്നിട്ട്? ഓ, അത് ശരി, കോലാടാ. ആ, അച്ഛൻ്റെ കാലത്ത് വന്നല്ലേ, ഇവിടെ ജനിച്ചു വളർന്ന. അപ്പൊ പിന്നെ മറാഠി സുഖമായിട്ട് പഠിക്കുമല്ലോ. പേരെന്നെ? ശ്രീനേഷ്. നാടെവിടെ? തൃശ്ശൂരോടെ? കരുവന്നൂർ. ആ, ശരി. അപ്പം ഞാനവിടെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് അവിടെ വണ്ടി ഇറങ്ങിയില്ല. അപ്പുറ സ്ഥലത്തായിരുന്നു വെള്ളം നിറയ്ക്കാൻ പോയാൽ. പക്ഷെ അവിടെ വണ്ടി ഇറങ്ങില്ല. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം സ്കൂട്ടർ കൊണ്ട് നിർത്തിയിട്ട് ഒരാൾ പതുക്കെ ഈ ഹെൽമെറ്റ് മാറിയിട്ട് ചേട്ടാ. അപ്പോൾ ശ്രീനേഷ് നമ്മുടെ ഫാമിലി മെമ്പറും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പം രാജസ്ഥാനൊക്കെ പോയിട്ട് വരികയല്ലേ എന്ന് ചോദിച്ചു. അപ്പം നന്നായി സന്തോഷം. അച്ഛനോടൊക്കെ അന്വേഷണം പറഞ്ഞുതരും. ഓക്കെ, പെരുമലങ്ങ. ഓക്കെ. അപ്പം എല്ലാം പെട്ടെന്നായിരുന്നു. അത് പെട്ടെന്ന് തന്നെ നിറയ്ക്കാൻ പറ്റി. കണ്ടോ, പച്ചക്കറി കട കണ്ടോ, എല്ലാ പച്ചക്കറികളും ഉണ്ട്. നമുക്ക് ഈ അധികം പച്ചക്കറികളൊന്നും വേണ്ടല്ലോ. ഒന്നും വേണ്ടല്ലോ, 2 പേരല്ലേ ഉള്ളൂ. അതെ,
വെള്ളമൊക്കെ കുറച്ച് മതി. ഈ വെള്ളം കൊണ്ട് നമ്മൾ നാട്ടിൽ ചെല്ലും. അപ്പോൾ ഇത് ഇന്താപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എൻ്റെ പഴയ കടകൾ കണ്ടോ, ബിൽഡിങ്ങുകളുണ്ടോ. ആ സർവീസ് സെൻ്ററിലെ ആളുവേ പുള്ളി നമ്മുടെ കൂടെ വന്ന് അവിടെ സ്ഥലമൊക്കെ കാണിച്ചു തന്ന് വെള്ളം അടിച്ച് നല്ല ഒരാളായിരുന്നു. ഇതാ സർവീസ് സെന്റർ. ഇപ്പം വണ്ടിയൊന്നുമില്ല, നമ്മൾ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. 800 രൂപ വണ്ടി കഴിയാൻ. പോകുന്നേരം ചായ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ കഴിച്ചായിരുന്നല്ലോ, ഫുഡ് കഴിച്ചല്ലോ. വീണ്ടും നമ്മൾ 4 ലൈനിലേക്ക് കയറി. അതാ ഇപ്പൊ ഇന്താപ്പൂർ ആ ടൗണിന്റെ അത്രയും ഭാഗമാ. അവിടെ എന്തോ സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, അതുകൊണ്ട് അവിടെ ആവാത്ത. വണ്ടി കഴിയപ്പോ നല്ലൊരു സുഖമായില്ലേ? അതെ അതെ, നമ്മള് കുളിച്ചു കഴിയുമ്പോ നമുക്കൊരു സുഖമല്ലേ എന്ന് പറഞ്ഞാലേ. NH-66 പണി ഇനി ഒരുപാട് നടക്കാനുണ്ടല്ലേ? ഇനിയും കുറെ തീരാനുണ്ട് പണി. പക്ഷെ ഇത് ഒത്തിരി കാലമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നാ പ്രശ്നമൊന്നും അറിയത്തില്ല. ഇവിടെയും ഡബിൾ ലൈൻ. ഇത് പഴയ റോഡ് തന്നെയാണ്. ഈ പഴയ റോഡ് നല്ല രസമല്ലേ, 2 സൈഡും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. പക്ഷെ ഹൈവേ ആയി കഴിയുമ്പോൾ 4 ലൈനൊക്കെ ആയി കഴിയുമ്പോൾ അത്ര ഇതില്ല. പക്ഷെ വണ്ടി ഓടിച്ച് പോകാൻ സുഖമാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഇഷ്ടം പോലെ മരങ്ങളാ. 4 ലൈൻ ആകുമ്പോൾ ഇതെല്ലാം വെട്ടിക്കളയും. ഇത് മാൻഗാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്, മാൻഗാവ്. ഈ ഓട്ടോ ഇഷ്ടം പോലെ കിടക്കുന്നത്. ഇതാ ചേസിട്ടർ, മിനി ഡോർ. ഇതെല്ലാം ട്രിപ്പ് വെക്കുന്ന വണ്ടികളാണ്. പൂനെയിൽ എന്തേരം ഉണ്ടായിരുന്നു, ഇതേപോലെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. ഇപ്പം അത്രയും ഇല്ലെന്ന് തോന്നുന്നു, ഇപ്പം ഇച്ചിരി കുറവാണ്. MSRTC ബസ് സ്റ്റാൻഡ് മാൻഗാവ്. ഇവിടെ ഇഷ്ടം പോലെ കടകളൊക്കെ ഉണ്ട്. എനിക്ക് ഒക്കെ നല്ല ടൗണാണ് അല്ലേ? അതെ അതെ. ചില സ്ഥലങ്ങളിൽ വഴിയെല്ലാം മോശമായിട്ടും പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കായിരിക്കും. ഇത് പിന്നെ നല്ല ഇതാ. മീനുണ്ട് കേട്ടോ, അതെല്ലാം വളർത്തു മീനാണ് ഇവർ വെച്ച്. മീനും പച്ചക്കറി. ശ്രീവർദ്ധൻ 47 കിലോമീറ്റർ റൈറ്റിലേക്ക്. ഇവിടെ എന്ത് ഓട്ടോ കിടക്കുന്നതെന്ന് നോക്കിയേ. ഈ ഓട്ടോ ഇവിടെ കണ്ടിട്ടുള്ളൂ ഞാൻ. അങ്ങനെ അല്ല, ഇത് പൂനെയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആണോ? ചേസീറ്റർ എന്ന് പറയുന്നത്. സ്പീഡ് ലിമിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, 50 കിലോമീറ്റർ. അതാ ടൗൺ ആയതുകൊണ്ട് അവിടെ ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞപ്പം ഈ ടൗണ് ഇതുണ്ടല്ലേ, പാലത്തിനടിയിലായിപ്പോയി. കണ്ടോ, ഓട്ടോക്കാർക്കൊക്കെ വെയിലൊന്നും കൊള്ളാതെ കിടക്കാം. മഴ പെയ്താൽ നനയത്തുമില്ല. അവിടെ എല്ലാം എന്തോ വിത്ത് പാകിയിട്ടുണ്ട്. എന്നാ കൃഷി ചെയ്ത്? തക്കാളിയാണോ? അതറിയത്തില്ല, ചിലപ്പോ ആയിരിക്കും. തക്കാളി ഇങ്ങനെ ചെയ്യുമല്ലോ. നല്ല രസമല്ലേ ഇവിടെ കാണാന്. ഒരു താഴ്വാരം. ആ മലകളൊക്കെ നല്ല മഴ സമയത്താണ് നല്ല പച്ചപ്പായിരിക്കും. ആ മലയുടെ അടിവാരത്തെല്ലാം വീടുകളുണ്ട്. ഇവിടുത്തെ ഈ വീടുകളൊക്കെ നമ്മുടെ ഇവിടുത്തെ വീടുകളോട് സാമ്യമില്ലേ? പഴയ വീടാ. പഴയ വീടാ. ഇതെല്ലാം ഓടിട്ട വീടാ. നോക്കിയേ, എല്ലാം ഓടിട്ടത് നമ്മുടെ പോലെ കേരള സ്റ്റൈൽ മേൽക്കൂര. അതവിടെ ഒരു മസ്ജിദും ഉണ്ട്. അതെ, ഇത് വനം കേട്ടോ. ജെണ്ട അടിച്ചിട്ടുണ്ട് അവര്. പിന്നെ തീ ഇട്ടിട്ടുണ്ട്. എന്നാന്നറിയോ? കാട്ടുതീ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് അങ്ങോട്ട് തീ കയറാതിരിക്കാൻ വേണ്ടിയാ കത്തിച്ചു വിട്ടേക്കുന്നത്. അടുത്ത ഗ്രാമത്തിലെത്തി നമ്മൾ. വീടുകളെല്ലാം അടുത്തടുത്തല്ലേ? എല്ലാ വീടുകളും അടുത്തടുത്ത. താമസിക്കുന്നിടത്ത് ഒരിടത്ത് എല്ലാവരോടും ഒരുമിച്ച് താമസിക്കും. കൃഷി സ്ഥലങ്ങളെല്ലാം അകലെ. ചിപ്ലോൺ 99, രത്നഗിരി 187, പനാജി 390. നമ്മളധികം കിലോമീറ്റർ ഒന്നും ഓടിയില്ല കേട്ടോ. ഇവിടെ കാറിന് 80, ലോറിക്ക് 65 സ്പീഡ് ലിമിറ്റ്. വീർ റെയിൽവേ സ്റ്റേഷൻ. ആ കുന്നിൻ മുകളിൽ മുഴുവൻ വീടുകളാണ്. ചെറിയ ചെറിയ വീടുകളാണ്, മണ്ണ് തെച്ച വീടുകളൊക്കെ ഉണ്ട്. നമ്മളൊരു ചെറിയ കയറ്റം കയറി വന്ന് ഇറങ്ങുക. ഇപ്പം ഈ വഴി അല്ലെങ്കിലും കുറേ ഇനിയും കയറ്റമിറക്കമാണ്. അങ്ങോട്ട് നോക്കിയാൽ എന്തോരം കൃഷിസ്ഥലങ്ങളാന്ന് കണ്ടോ. അവിടെ ഒരു വലിയൊരു കുളമുണ്ട്. അമരകൃഷിയൊക്കെ ഉണ്ട്. ചെമ്പരത്തി, വേലിച്ചെമ്പരത്തി അല്ലേ അത്? വേലിച്ചെമ്പരത്തി, അതന്നെ ചെമ്പരത്തി. നമ്മള് വേലിയായിട്ടൊക്കെ കട്ടപ്പനയൊക്കെ ചെല്ലുമ്പോ കാണത്തില്ലേ? അത് ചെമ്പരത്തി തന്നെയല്ലേ? ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. അവിടെ ഉണ്ടായിരുന്നു. ആ മലഞ്ചെരുവിൽ കൂടി പശുക്കളൊക്കെ മേഞ്ഞ് കിടക്കുന്നു. മഹാരാഷ്ട്ര ഇറങ്ങാനേ മൺസൂൺ സമയത്താണ് നമ്മൾ വരേണ്ടത്. അന്നേരമാണ് യഥാർത്ഥ ഭംഗി കാണാൻ പറ്റുള്ളൂ. അതെ. ഇപ്പൊ പിന്നെ അങ്ങോട്ട് വെയിലായി കഴിയുമ്പോ മൊത്തം ഉണങ്ങി കരിഞ്ഞൊരു സുഖമില്ല. ലോണാവാലയൊക്കെ ഒന്നുകൂടെ പോണം. അതൊക്കെ ഇനി അടുത്ത വർഷം, അടുത്ത മഴക്കാലത്ത് ഇറങ്ങിയാൽ നല്ലതാ. പിന്നെ ഒരു ഹരിഹർ ഫോർട്ട്, അതൊരു മലയുടെ മുകളിലാണ്. അവിടെ ഒന്ന് പോണമെന്നുണ്ട്. മഹാരാഷ്ട്രയൊക്കെ എപ്പം വേണേലും വരാന്ന് പറഞ്ഞ അടുത്തായോണ്ട് നമ്മള് അകലങ്ങളിലേക്കല്ലേ
കൂടുതലും പോയിക്കൊണ്ടിരുന്നേ. തള്ളി വെച്ചേക്കുക. ആ വണ്ടിയുടെ ടയർ സ്റ്റെപ്പിനി എടുത്ത് വെച്ചേക്കുന്നുണ്ടോ? സ്റ്റെപ്പിനി ഫിറ്റിങ്ങിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയതുകൊണ്ട് ഫ്രണ്ടിൽ വെച്ച് കെട്ടി വെച്ചേക്കുക. ഫ്രണ്ടിൽ അങ്ങനെ കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് ഒരു ഗുണം എന്നാന്നറിയോ, ഡ്രൈവർക്ക് കാണാമല്ലോ, ആരും പെട്ടെന്ന് വന്ന് എടുത്തോണ്ട് പോവുമല്ലോ. ശരിയാ. നേരത്തെ മഹാരാഷ്ട്രയൊക്കെ ഒത്തിരി അകലെയായിരുന്നു. അതാ ഇപ്പം തൊട്ടടുത്തുള്ള സ്ഥലമായി. ഇവിടെയുണ്ട് നല്ലൊരു മസ്ജിദ്. റൈറ്റ് സൈഡിൽ ഒരു വലിയ നദിയുണ്ട് കേട്ടോ. ഏത് നദിയാ? ഇത് എന്നാ സാവിത്രി നദിയോ? സാവിത്രി നദിയാന്ന് തോന്നുന്നു. സാവിത്രി നദിയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. മഹാഡ് സിറ്റി ലെഫ്റ്റിലേക്ക്, മഹാഡ് ടൗണിലേക്ക് പോകുന്ന ഇതിലെ ഇറങ്ങിപ്പോണം. ആ മലയുണ്ട്. ആ മല മുഴുവനും വലിയ പാറക്കെട്ടുകളാ. പാറയായോണ്ട് ഈ പുല്ലെല്ലാം നേരത്തെ ഉണങ്ങിപ്പോന്നേ. മണ്ണില്ലല്ലോ. വെയിൽ തെളിയുമ്പോഴേ, നല്ല ഒരു കുറച്ച് വെയിൽ തെളിയുമ്പോഴേ പുല്ലെല്ലാം ഉണങ്ങിപ്പോ. ഈ ഇതേപോലെ പാറക്കെട്ടുകളേ മഹാരാഷ്ട്രയിൽ ഒരുപാടുണ്ട്. അതല്ല ഇന്നാൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ ആ ബിജാപ്പൂർ സൈഡിൽ കൂടെ പോയപ്പോ അമ്മ പറഞ്ഞില്ലേ, ചേന പോലെ ഇരിക്കുന്ന. അതെ അതെ. ആകാശത്തോട് നോക്കിയേ, പരുന്തല്ലേ ആ പറക്കുന്നേ? പരുന്താണോ? അതെ അതെ, ഒത്തിരി പേരുണ്ട്. എന്തോരം പരുന്താന്ന് നോക്കിയേ. അപ്പുറത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുവഴിയൊക്കെ കൂടുതലും രാത്രിയിലാ വന്നിട്ടുള്ള എന്തോന്നല്ലേ. ഇതിനെ വന്നപ്പോഴെല്ലാം ഇവിടെ രാത്രിയിലാ പോയത്. അതുകൊണ്ടാണ് ഇന്നലെ അവിടെ കിടന്നിട്ട് രാവിലെ പോകാന്ന് ഞാൻ പറഞ്ഞേ. ഇവിടെ പകല് നമ്മൾ കണ്ടുപോകാമല്ലോ. ഗന്ധർഭലെ കേവ്സാ കാണുന്നത്. BC 2-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് നിർമ്മിച്ച കേവ്സാ ഇതെല്ലാം. ബുദ്ധ സന്യാസിമാർ ജീവിച്ചിരുന്ന കേവ്സാ. ഏകദേശം 100ഓളം കേവ്സ് ഉണ്ട്. ബുദ്ധ സന്യാസിമാരുടെ ബുദ്ധവിഹാരങ്ങളും അവരുടെ പ്രാർത്ഥനാ മുറികളും ഒക്കെ ഉണ്ട് അതിനകത്ത്. അങ്ങോട്ട് കയറി പോകുന്ന വഴിയായത്. നമ്മുടെ ഈ NH-66 തൊട്ടടുത്ത് തന്നെയാണ്. ഇതിലെ പോകുമ്പോ കാണാം ആ കേവ്സ്. മഹാഡ് കേവ് എന്നും അതിന് പേരുണ്ട്. ഇതുവരെ പോയിട്ട് ആ കേവ് ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ ആ ബോർഡ് കണ്ടോണ്ടാ നമ്മളത് ശ്രദ്ധിച്ചേ. അതന്നെ, നമ്മള് രാത്രിയിലല്ലേ കൂടുതലും അതുകൊണ്ടാ. പഴയ ഒരു പാലം കണ്ടോ, നല്ല അടിപൊളി പാലം, കല്ല് കെട്ടിയ പാലം, കല്ലുകൊണ്ട് തൂണ് കെട്ടിയേക്കുന്നത്. നല്ല രസം. അതുപോലെ തന്നെ പെയിന്റ് ചെയ്തേക്കുന്നുണ്ട് അതില്. അതിന്റെ തീരത്ത് തന്നെ ഇതുണ്ടോ, റൈറ്റ് സൈഡിൽ ദഹിപ്പിക്കുന്നുണ്ടോ അത്? മൃതശരീരങ്ങളൊക്കെ ദഹിപ്പിക്കുന്ന സ്ഥലം അത് മിക്ക നദീതീരങ്ങളിലും ഇങ്ങനെ ഉണ്ട്. അതേപോലെ ഇവിടെ തന്നെ ഒരു ഫോർട്ട് ഉണ്ട്, റായ്ഗഡ് ഫോർട്ട്. ബോംബെ നിന്ന് ഗോവ റൂട്ടിൽ ഒരു 110 കിലോമീറ്റർ വരുമ്പോഴാണ് ഈ റായ്ഗഡും മഹാഡും. റായ്ഗഡ് പോകുന്ന വഴിയാണ് അത് പഴയ വഴിയായിരുന്നു. ഈ മഹാഡ് കേവ്സിലേക്ക് ബോംബെ നിന്ന് ഗോവ റൂട്ടിൽ ഒരു 110 കിലോമീറ്റർ വരണം. സാവിത്രി നദിയുടെ തീരത്താണ്. ടൂറിസ്റ്റുകളൊക്കെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ മഴക്കാലത്ത് തോന്നുന്നു നല്ല രസമായിരിക്കും, നല്ല പച്ചപ്പായിരിക്കും. മഴക്കാലത്ത് ഏറ്റവും നല്ല അവിടെ വരാൻ. ഇപ്പൊ വേനലായതുകൊണ്ട് പുല്ലെല്ലാം ഉണങ്ങി നിൽക്കുക. റായ്ഗഡ് ഇവിടുന്ന് ഒരു 10-35 കിലോമീറ്ററേ ഉള്ളൂ. ശിവജി മഹാരാജാവിന്റെ കാലത്ത് മറാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു റായ്ഗഡ്. ഇവിടെ ഫോർട്ടൊക്കെ ഉണ്ടല്ലോ, റായ്ഗഡ് ഫോർട്ടൊക്കെ. ഫോർട്ടുണ്ട്. ഫോർട്ടിന്റെ ബോർഡ് കണ്ടില്ലായിരുന്നു അവിടെ. ഈ കേവിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇനിയും വരുമ്പോ ഇവിടെ നിർത്തിയിട്ട് കയറി പോകണം. 2 കിലോ കിന്നു മേടിച്ചു. കിലോയ്ക്ക് 100 രൂപ. ജ്യൂസ് അടിക്കുക. വെൽക്കം ടു മഹാഡ് ഇൻഡസ്ട്രിയൽ ഏരിയ. MIDC അങ്ങോട്ട്. അതുണ്ടോ, അത് പഴയ പാലം കേട്ടോ. ആ പാലമൊക്കെ തകർന്നു പോയതാന്ന് തോന്നുന്നല്ലേ. ഒത്തിരി പഴയ പാലം. ഇനി അതോ ചെക്ക് ഡാം പോലെ ആണോ എന്ന് അറിയത്തില്ല. ഇതുണ്ടോ, തൂണുകളെല്ലാം അടുത്തടുത്തല്ലേ. ഇത് സാവിത്രി നദിയാന്ന് തോന്നുന്നു. അതെ, സാവിത്രി നദി. ഇത് മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്ന 5 നദികളിൽ പ്രധാനപ്പെട്ട ഒരു നദിയാണ് സാവിത്രി നദി. ഈ നദിയുടെ തീരത്ത് കുറെ ക്ഷേത്രങ്ങളുണ്ട്. ഈ NH-66 കുറെ ദൂരം ഈ സാവിത്രി നദിയുടെ തീരത്തൂടെ തന്നെയാ പോകുന്നത്. അതെ. ബോർ ലെഫ്റ്റിലേക്ക്. ഞാൻ നിൽക്കുന്ന എല്ലാം പിന്നെ പശുക്കൾക്കൊക്കെ തീറ്റ കൊടുക്കുന്ന പുല്ല. സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടപ്പോ ഓർത്ത എന്നോ എന്തോ കൃഷിയാന്ന് ഓർത്തു. അതിനെല്ലാം തീ ഇട്ടേക്കോട്ടോ. തീ ഇട്ടതാണോ തീ പിടിച്ചാണോ എന്നറിയില്ല. ഞാൻ ഓർത്ത എള്ളോ മറ്റോ ആണെന്ന് ഓർത്തെ. ധർമാൻ ക്യാമ്പസ്. നമ്മളീ കാരവൻ ഇറങ്ങിയ പിന്നെ നമ്മൾ രണ്ടും തന്നെ ഒരു ദിവസം പോലും ഒരിടത്തും പോയിട്ടില്ല. ഇല്ല, ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ്. ആരെങ്കിലും ഒക്കെ കൂടെ കാണും. അതെ, എല്ലാം ഫാമിലി ട്രിപ്പ് ആയിരുന്നു. അപ്പൊ ഈ ട്രിപ്പിൽ എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ അങ്ങോട്ട് വണ്ടി ഓടി നാട്ടിലേക്ക് എത്തുന്ന ഈ 3-4 ദിവസമാണ് തന്നെ ഈ വണ്ടിയും കൊണ്ട് പോയിട്ടുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ നോക്കുമ്പോൾ ഇത്രയും വലിയ വണ്ടി 2 പേർക്കായിട്ട് എന്തിനാ പോകുന്നതെന്ന് ഓർത്ത് എല്ലാരും കൂടെ പോകും. പിന്നെ കാരവനില് നമ്മൾ എങ്ങോട്ട് പോയാലും ഫാമിലി ട്രിപ്പ് ആയിട്ടേ പോയിട്ടുള്ളൂ, ഒറ്റയ്ക്ക് പോയിട്ടേ ഇല്ല. ഫസ്റ്റ് നമ്മള് കുംഭമേളയ്ക്ക് കുംഭമേള പോയി. അത് കഴിഞ്ഞ് കുംഭമേളയ്ക്ക് പോയി പിന്നെ ഞങ്ങളൊരു ബാച്ചിലർ ട്രിപ്പ് പോയായിരുന്നു. മറ്റേ ഇവിടെ നമ്മുടെ സത്രം പോയി. അത് പോയി. പിന്നെ
ബാക്കിയെല്ലാം പിന്നെ ആദ്യം വന്ന വാഗമണ്ണാണ് വന്നത് ആദ്യത്തെ ട്രിപ്പ്. പിന്നെ ലഡാക്ക് പോയി. ലഡാക്ക് പോയപ്പോഴും ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നത്തെ ട്രിപ്പ് ഇതാ. പിന്നെ കുമരമൊക്കെ ചുമ്മാ നമ്മളൊന്ന് കറങ്ങാൻ പോയി. പിന്നെ രാജേഷൊക്കെ കൂടെ ഇടയ്ക്ക് പിന്നെ അവിടെ പോയില്ലായിരുന്നു, നീണ്ടൂർ പോയായിരുന്നല്ലോ മറ്റേ. ആദ്യമായിട്ടാ. അല്ല വേറെ രണ്ടുപേരായിട്ട് ഈ വണ്ടി ആരും കൊണ്ടുപോയിട്ടില്ല, വീട്ടിൽ നിന്ന് ആരും പോയിട്ടില്ല. ഇതും നമ്മളിങ്ങനെ വന്നേച്ച് ഇങ്ങനെ അവര് നേരത്തെ പോയോണ്ട് മാത്രം പഠിക്കാൻ കിട്ടുമല്ലോ, അല്ലെ പിന്നെ പരീക്ഷയുടെ തലേദിവസം. അതുകൊണ്ട് അവര് പോയത്. അവരിപ്പം വീട്ടിൽ ചെല്ലാറായി, നാട്ടിൽ ചെല്ലാറായി കാണും. ഞാൻ ഉച്ചക്ക് വിളിച്ചപ്പോ കോഴിക്കോട് അല്ല മംഗലാപുരം ആയിരുന്നു. മംഗലാപുരം 5:30 5:45 6:45 എറണാകുളം ചെല്ലും. ടോളൊന്നും ഒരിടത്ത് ഓപ്പൺ ആയിട്ടില്ല. വഴിപണി തീർന്നാലേ ടോൾ മേടിക്കാൻ പറ്റും. അതെ, ഇതെന്തോ പ്രശ്നത്തിൽ കിടക്കാന്നേ. ഒരുപാട് കാലമായി വഴിപണി തുടങ്ങിയിട്ടും. ഇനി കുറച്ചു നേരം തേര് തെളിക്കുക. അതെ, ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. ഞാൻ അടിച്ചു വെക്കാം. ഞാൻ കുറച്ച് മുമ്പ് തൊട്ട് പറയുന്നല്ലേ നിർത്താൻ. അപ്പൊ കുറച്ച് കഴിയട്ടെ നോർത്തോണ്ട് ആണ് നിർത്താൻ ഞാൻ. ഇനിയിപ്പോഴേ സൂര്യനൊക്കെ അതെ അസ്തമിക്കാറായി. സൂര്യൻ ആ മലകൾക്കപ്പുറം മറഞ്ഞു നോക്കിയേ. സന്ധ്യ ആയപ്പോ എല്ലാരും വീട്ടിൽ പോവാ. ഇന്നത്തെ ആഹാരമൊക്കെ കഴിഞ്ഞിട്ട്. ഒരു ടൈപ്പ് അല്ലേ ഇതല്ലേ? ചെമ്മരിയാടും ഉണ്ട്, അല്ലാതുള്ള സാധാരണ ഉണ്ട്. നമ്മളീ പോകുന്ന റൂട്ടിലേ റൈറ്റിലേക്ക് കുറച്ച് ദൂരം പോയാൽ കടലാ, അറബിക്കടൽ. നമുക്ക് എവിടെയല്ലേ ഒരു ബീച്ചിന്റെ അടുത്ത് കൊണ്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യാം. മോളിക്കൂട്ട റോഡാ. ലെഫ്റ്റിലേക്ക് പോയാൽ മഹാബലേശ്വരമാണ്. മഹാബലേശ്വരം ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസാ മഹാരാഷ്ട്രയിലെ. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. നമ്മളിപ്പം ബോംബെന്നേ സാധാരണ പൂനെ പോയി കോലാപ്പൂര്, ബൽഗാം, അങ്ങനെ എല്ലാപ്പൂര്, അങ്ങനെ വന്ന് അങ്കോള ഇറങ്ങിയല്ലേ ചെയ്യുന്നത്. പക്ഷെ ഈ വഴി വരുമ്പം കുറച്ചുകൂടെ വഴി തീരാനുണ്ട്. എന്നാലും വഴിയിൽ ഒരു തിരക്കുമില്ല. നല്ല സുഖമായിട്ട് വണ്ടി ഓടിച്ചു പോകാം. ടോളും തുടങ്ങാത്തതുകൊണ്ട് ടോളും ഇല്ല. വഴി മൊത്തം പണി തീർന്ന അടിപൊളിയാട്ടോ. മഹാരാഷ്ട്രയിലെ മലനിരകളാ കാണുന്നത്. എനിക്ക് ഇവിടെ ഒരു വണ്ടി ആക്സിഡന്റ് ആയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ആ വഴി ബ്ലോക്ക് ചെയ്തൊക്കെ. എന്നിട്ട് ഇപ്പുറത്ത് ഇങ്ങോട്ട് വരേണ്ട വണ്ടി ഇതിലേ വരുന്നത്. ആക്സിഡന്റ് ആയ വേറെ ട്രെയിലറെ കൊണ്ടുവന്ന് കയറ്റുക കേട്ടോ. അതേ വന്ന ലോഡാ അത്. കൊക്കക്കോള എന്ന് തോന്നുന്നു. വേറെ വണ്ടിയെ കൊണ്ടുവന്ന് കയറ്റുക. കുറെ ഡാമേജ് ആയി പോയിട്ടുണ്ട്. ഈ ഇറക്കം ഇറങ്ങി വന്നിട്ടേ ബ്രേക്ക് കിട്ടാതെ വല്ലതും അവിടെ നിന്ന് ആ വളവാ, ചെറിയൊരു വളവാ, അങ്ങനെ മറിഞ്ഞാന്ന് തോന്നുന്നു. ഇതെല്ലാം ഓരോരോ ഗ്രാമങ്ങളാ. അന്ന് അതിലെ പോകുമ്പോ ഇത് ടണൽ പണി നടക്കുന്നേ ഉള്ളായിരുന്നു. അന്നെന്ന് പറഞ്ഞ് നമ്മൾ എവിടെ പോയായിരുന്നത്? ഗുജറാത്ത്. അതെ, ഗുജറാത്ത് പോയാൻ. ഇപ്പൊ അതെ ടണല്, 2 ടണലും ഓപ്പണായി. അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതിന്റെ പൂർണ്ണമായിട്ട് പണി തീർന്നിട്ടില്ല. അങ്ങോട്ടുള്ളതിന്റെ പൂർണ്ണമായിട്ട് പണി തീർന്ന. അപ്പൊ അതുകൊണ്ട് മറ്റേ ഈ മല കയറി ഇറങ്ങാൻ എത്ര സമയം വേണമായിരുന്നു. ഇപ്പൊ ഇതേ പെട്ടെന്ന് ഇവിടുന്ന് കയറി അപ്പുറം ഇറങ്ങാം. ഇപ്പൊ ഇതേ വലിയ ടണലാ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മലയല്ലേ. അതെ അതെ. ഇതിലെ വരുമ്പോഴെല്ലാം നമ്മുടെ അമ്മച്ചിയെ ഉറങ്ങും. അതെ അതെ. അന്ന് നമ്മൾ ആ മല കയറി മോളിൽ ചെന്നപ്പം ചായ കുടിച്ച് കടയിലെ അമ്മച്ചി സുലോചന. ഈ ടണലുകളിലെല്ലാം മറ്റേ ടണലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഇടയ്ക്ക് പാസേജുകളുണ്ട്. അല്ലേ, ആ ലൈറ്റ് പിടിപ്പിക്കുന്നതാന്ന് തോന്നുന്നു. അത് നോക്കിയേ, ഇതിനകത്തല്ല ഈ ലൈറ്റ് അല്ലാവേ പിടിപ്പിക്കുന്ന. ശരിക്കേ 2 കിലോമീറ്റർ ഉണ്ട് ടണല്. വലിയ ടണൽ എന്ന് പറഞ്ഞാൽ വലിയ മലയല്ലേ അത്. അപ്പൊ അത് എന്നാ പെട്ടെന്ന് ഇപ്പറ എത്തിയെന്ന് നോക്കിയേ. അല്ലെങ്കിൽ നമ്മളൊരു അതെ ലോറിയൊക്കെ ആണെങ്കിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും വേണമായിരുന്നു ഈ കയറ്റം കയറി ഇപ്പറേ പറഞ്ഞേ. നമ്മളിപ്പോ ഇറങ്ങി വന്ന ആ ടണലിന്റെ പേര് കഷേടി ടണൽ എന്നാ. അവിടെ ഒരു ഘാട്ടുണ്ടായിരുന്നു നേരത്തെ. ആ ഘാട്ടിന്റെ പേരും കഷേടി ഘാട്ട് എന്നാ. ഇത് ഇവിടുത്തെ ഒരു മന്ദിര. ഇത് ഖേഡെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുത്തെ ഒരു മന്ദിര കാണുന്നത്. ചെറിയൊരു ടൗണാ. ആകാശത്തിന് എന്ത് നല്ല കളറാന്ന് നോക്കിയാൽ, നല്ല റോസ് കളർ. ഖേഡ് റെയിൽവേ സ്റ്റേഷനാണ്. നല്ലൊരു സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഒരുവിധം തിരക്കുണ്ട്. നമ്മളിപ്പോൾ നല്ലൊരു ഘാട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇതേ മീൻ വണ്ടിയാ. ഇവിടെ നിന്നൊക്കെ മീൻ വരുന്നുണ്ട്. ഇനിയും നാട്ടിലോട്ടാണോ ഇനിയും വേറെ എങ്ങോട്ടെങ്കിലും ആണോ നടത്തില്ല. കേരളത്തിലേക്കും ആയിരിക്കാം ചിലപ്പം. എന്നുവെച്ചാൽ കടൽ മീൻ കൂടുതൽ കഴിക്കുന്ന നമ്മൾ മലയാളികളാണല്ലോ. അതെ അതെ. അപ്പം ഈ ഘാട്ടിന്റെ പേരാണ് ബോസ്റ്റേ ഘാട്ട്. അതെ, നമ്മളിപ്പം ചിപ്ലോൺ എടുക്കാറായി. ഇത് പരശുരാം ഘാട്ടാണ്. അതിലെ ലെഫ്റ്റിലേക്കാണ് പരശുരാം മന്ദിറിലേക്ക് പോകുന്നത്. ആ പരശുരാം ഘാട്ടേ
നമ്മൾ അവിടുന്ന് ചെറിയൊരു കയറ്റം കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക. അപ്പോൾ ഇതാണ് പരശുരാംഘാട്ട്. ഇനി ഇപ്പോഴേ നമ്മൾ ഇന്ന് എവിടെ സ്റ്റേ ചെയ്യുന്നത്? സ്റ്റേ ചെയ്യുന്ന വണ്ടിയല്ല ഇവിടെ. അല്ല എവിടെയെങ്കിലും നിർത്തിയിട്ട് കിടക്കുന്നുണ്ടോന്ന്? എവിടെയെങ്കിലും വിട്ടു പോവാണോ? എവിടെയാലും നിർത്തിയേക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഒരിടത്ത് വണ്ടി ഒരു സർവീസ് റോഡിലൂടെ ഇറക്കി ഒതുക്കിയിട്ടു, കുളിച്ച് റെഡിയായി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം അല്ലേ? എനിക്കുള്ള ശകലം ചോറ് ഇരിപ്പുണ്ട്. പിന്നെ ചേട്ടായിക്ക് വേണേൽ ദോശ വല്ലതും ചുട്ട് തരാം. എന്തായാലും ചെറുതായിട്ട് മതി. പിന്നെ മുമ്പേ ഇച്ചിരി പഴം മേടിച്ചായിരുന്നു, ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. അതെ, ദോശയുടെ കൂടെ തേനും തരാം, അതിൻ്റെ കൂടെ ഇച്ചിരി പാവയ്ക്കാത്തോരും തരാം. അല്ല, പാവയ്ക്ക മെഴുക്കുവരട്ടി നല്ല കോമ്പിനേഷൻ ആയിരിക്കും. പാവയ്ക്ക ഇഷ്ടമുള്ള അച്ഛമ്മ പോലും ഇന്നലെ ഈ പാവയ്ക്ക ലേശേ കൂട്ടിയുള്ളൂ. അല്ല, കയ്പാണേലും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ കയ്പ് ഇഷ്ടമാണ്. എനിക്ക് കുഴപ്പമില്ല, ചോറിൻ്റെ കൂടെ ഇട്ട് കുഴച്ച് കഴിക്കാൻ നല്ല. ചെറിയ മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട് വെളിയിൽ. വണ്ടിക്കകത്ത് അത്ര തണുപ്പില്ല. കുറച്ചു ദൂരം ഓടിയിട്ടേ ഇങ്ങോട്ട് എവിടെയെങ്കിലും വല്ല ദാബയിലോ പമ്പിലോ ഒക്കെ ഒതുക്കി ഇട്ടിട്ട് കിടക്കാം. മിക്ക ദിവസം കുളിക്കുന്നുണ്ടെങ്കിൽ ഈ തല നനച്ച് കുളിക്കുന്നില്ല എന്നുവേ. ഒന്നാമതെ വെള്ളം എല്ലായിടത്തെയും ഈ ബോർവെൽ വെള്ളമൊക്കെ ആയതുകൊണ്ട് തല നനയ്ക്കാൻ മടിയാ. അതന്നല്ലേ ഇത്രയും ദിവസം തണുപ്പിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ കാലാവസ്ഥ വലിയ തണുപ്പും ഇല്ല, എന്നാ വലിയ ചൂടും ഇല്ലാത്തൊരു കാലാവസ്ഥയല്ലേ ഇവിടെ. അതുകൊണ്ടൊരു സുഖം. തല നനച്ച് കുളിച്ചാലേ കുളിച്ചെന്നുള്ള ഒരു തൃപ്തി വരുത്തുള്ളൂ. കുഴൽക്കട്ട കുത്തുന്ന വണ്ടിയുടെ സപ്പോർട്ട് വണ്ടിയാ. മോള് രണ്ടുപേര് കണ്ടോ പുതപ്പൊക്കെ പുതച്ചിരിക്കുന്നത്? വെളിയിലെ ഒരുവിധം നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. വണ്ടി ഓടുകയും കൂടെ ചെയ്യുമ്പോൾ കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഇത് ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പ് കണ്ടു. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളൊരു വലിയ പമ്പ്. അതിൻ്റെ പാർക്കിംഗ് കൊണ്ട് നമ്മൾ വണ്ടി ഒതുക്കി. നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ കിടന്നുറങ്ങിയിട്ടേ നാളെ രാവിലെ നമുക്ക് പോവാം. അതെ. അപ്പോൾ നാളെ രത്നഗിരിയിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.